ഹലോ മകളെ, നമ്മളെല്ലാവരും ജനറേഷൻസ് ഓഫ് ടെക്നോളജി പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിൽ വാക്യൂം ട്യൂബ് യൂസ് ചെയ്തു, 2Gയിലായിരുന്നെങ്കിൽ ട്രാൻസിസ്റ്റർ, 3Gയിലാണെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്, 4Gയിലാണെങ്കിൽ ഇപ്പോൾ കറൻലി യൂസ് ചെയ്യുന്നുണ്ട് മൈക്രോ പ്രൊസസർ, ദെൻ 5Gയിലാണെങ്കിൽ എത്തി നിൽക്കുന്നതാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ എയുടെ പല ടൂൾസുകളും പല കാര്യങ്ങളും എല്ലാം മാക്സിമം നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. കാരണം നമ്മൾ മൈക്രോ പ്രൊസസർ യൂസ് ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് തൊട്ടടുത്ത് വന്നെയാണ് AI എന്ന് പറയുന്നത്. അപ്പോൾ ChatGPT, DeepSeek, Gemini അങ്ങനെയുള്ള പല ടൂൾസുകൾ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ എല്ലാം ഒരു ഡീമെറിറ്റ് ഉള്ളത്, അതിന് നമ്മുടെ മനുഷ്യന്മാരെ പോലെ ചിന്തിക്കാനുള്ള കഴിവ് ആർക്കില്ല. ഈ പറഞ്ഞ ഈ ടൂൾസിനൊന്നുമില്ല. കാരണം നമ്മളൊരു പ്രോംപ്റ്റ് ഇട്ട് കൊടുക്കുന്നു, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത് എവിടെയൊക്കെ ഈ പറഞ്ഞ ChatGPT പോലത്തുള്ള പല ആപ്സുകൾ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തത് 1G തൊട്ട് 5G വരെയുള്ള ജനറേഷൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാം എന്ന് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 5G വരെ എത്തിയിരിക്കുന്നത് AIയിലാണ്. ഇനി നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഐറ്റമാണ് എന്താണ് 6th ജനറേഷൻ. 6th ജനറേഷനിൽ എന്താണ് വരാൻ ചാൻസ് ഉള്ളത്? നമ്മൾ AI പഠിച്ചു കഴിഞ്ഞു, ഇനി AI വരെ ഉള്ളോ കാലഘട്ടം ഉള്ളോ, ഇനി അത് കഴിഞ്ഞ് ഇനി എന്താണ് മാക്സിമം ഇനി വരാൻ പോകുന്നത് എന്താണ്? ഇനി 6th വരാൻ ഏറ്റവും ചാൻസ് ഉള്ള ഏറ്റവും ബെറ്റർ ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. എന്താണ് AG എന്ന് പറയുന്നത്? അതായത് ഒരു മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും, മനുഷ്യനിപ്പോൾ തീരുമാനം എടുക്കുന്നുണ്ട്, ഒരു കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നുണ്ട്, ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ആയിക്കോട്ടെ, ഹ്യൂമൻസിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, ഇമോഷൻസ് ആയിക്കോട്ടെ, എല്ലാം പറ്റുന്ന ഒരു മെഷീൻസ് അല്ലെങ്കിൽ റോബോട്ടാണെന്ന് AG എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പല ബെനിഫിറ്റ്സുകളുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഹെൽത്തിലാണെങ്കിൽ ഇപ്പം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ഡിസീസ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ സ്മാർട്ട് സെറ്റപ്പ് വഴിയിട്ടാണെങ്കിൽ നമുക്ക് പ്യുവർട്ടി കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പല ടെക്നോളജീസ് പലയിടത്ത് എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ AG മുഖേന പറ്റുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഇനി ഭാവിയിൽ ആവശ്യമായിട്ടാണ് റിസർച്ച്, സ്റ്റഡിങ്. ഇപ്പോൾ റിസർച്ചിലും സ്റ്റഡിങ്ങിലും ഒക്കെ ആണെങ്കിൽ ഒരു പേഴ്സണൽ ട്യൂട്ടറിങ്, പേഴ്സണൽ മെൻറ്റർഷിപ്പിനൊക്കെ ആണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ് AG എന്ന് പറയാം. അങ്ങനെ അത് മാത്രമല്ല, നമുക്ക് ഡിഫൻസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൻസിലാണെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നുണ്ട് AG എന്ന് പറയുന്നത്. റോബോട്ടിനെ പക്കയായിട്ട് നമുക്ക് ഒരു മനുഷ്യനെ പോലെ തന്നെ ആണെങ്കിൽ അവിടെ നമുക്ക് സെറ്റപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ബെനിഫിറ്റ് ഉള്ളതുപോലെ ആണെങ്കിൽ ഡീമെറിറ്റും ഉണ്ട്. എന്താണ് ഡീമെറിറ്റ് എന്ന് പറയാൻ? ഏറ്റവും വലിയൊരു ഡീമെറിറ്റ് ആണ് ഇപ്പോൾ AG ഉപയോഗിച്ചുള്ള മെഷീൻ ആയിക്കോട്ടെ, റോബോട്ട് ആയിക്കോട്ടെ, നമുക്ക് മനുഷ്യന്മാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ലോകത്തെ ഫുള്ള് നശിപ്പിക്കാനുള്ളൊരു കാര്യം റോബോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതാണ് ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്ന് പറയാൻ. അതിനെ സയൻറ്റിസ്റ്റുകളെല്ലാം പറയുന്ന ഒരു പ്രോബ്ലമാണ് അലൈൻമെൻറ്റ് പ്രോബ്ലം. അപ്പോൾ നമ്മുടെ എലൻ മസ്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ പറഞ്ഞ AG ആയിരിക്കും ഏറ്റവും ലാസ്റ്റ് ടെക്നോളജി അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി എന്ന് പറയും. അപ്പോൾ AGയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.